കുട്ടിയുടെ മുഖത്ത് വെള്ളപ്പാടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് വെള്ളപ്പാടുണ്ടോ? ഇത് എപ്പോഴും കാൽഷ്യത്തിൻ്റെയോ വൈറ്റമിൻ്റെയും ഡെഫിഷ്യൻസി ആണോ എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഫംഗൽ ഇൻഫെക്ഷൻ ആവും, മറ്റു പല കാരണങ്ങൾ മുഖത്ത് വെള്ളപ്പാടുകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ ഡോക്ടർ ഫസ്ല ജസാഖ്, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുഖത്ത് വെള്ളപ്പാടിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. മുഖത്ത് വെള്ളപ്പാട് പല കാരണങ്ങൾ ഉണ്ടാവാം. വെള്ളപ്പാട് അതായത് നമ്മൾ വിറ്റിലിഗോ അത് കാരണം ഉണ്ടാകാം, വെള്ളപ്പാണ്ട് കാരണം ഉണ്ടാവാം, പിന്നെ അല്ലെങ്കിൽ പിറ്റീരിയാസിസ് ആൽബ കാരണം ഉണ്ടാവാം, ഫംഗൽ ഇൻഫെക്ഷനായ ടീനിയ വേഴ്സിക്കോളാരിസ് കാരണം ഉണ്ടാവാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവാം, കാൽഷ്യം കാരണം ഉണ്ടാവാം, കുഷ്ഠരോഗം ലെപ്രസി കാരണം ഉണ്ടാവാം. ഇതുപോലെ പല കാരണത്താൽ പിന്നെ മിലിയ അതായത് പാൽപ്പാടുകൾ, ചെറിയ ഇപ്പം ജനിച്ച കുട്ടികളുടെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ വെള്ള തുള്ളി പോലെ അല്ലെങ്കിൽ ഒരു വെള്ള കുത്ത് പോലെയൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ പല കാരണങ്ങളുണ്ടാവും. എപ്പോഴും നമ്മൾ ഒരേ രീതിയിലല്ല, ഓരോ പാടുകൾക്കും വ്യത്യസ്ത ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് കുഷ്ഠരോഗം പോലുള്ള കുഷ്ഠരോഗത്തിൻ്റെ വെള്ളപ്പാടുകൾ നമ്മൾ എത്ര പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നോ അത്രയും നമുക്ക് നല്ലതാണ്. കുഷ്ഠരോഗം ഇപ്പം ഇല്ലെങ്കിലും പക്ഷെ ചില വ്യക്തികൾ, വളരെ വിരളം വ്യക്തികൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണത്. നമ്മൾ എങ്ങാനും ലേറ്റ് ആയാൽ, നമ്മൾ മനസ്സിലായില്ല, നമ്മളത് സാധാ ഒരു വെള്ളപ്പാടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പല കോംപ്ലിക്കേഷൻസിലോട്ടും എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പിറ്റീരിയാസിസ് ആൽബ. പിറ്റീരിയാസിസ് ആൽബ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടല്ലോ, കുട്ടികളുടെ മുഖത്ത് ഈ ഭാഗത്തൊക്കെ ആയിട്ട് റൗണ്ട് കളറിലാണ് ഉണ്ടാവുക. അതിൻ്റെ ഒരു ബോർഡറൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഉണ്ടാവില്ല, പക്ഷെ ഒരു റൗണ്ട് കളറൊക്കെ ആയിട്ടും അല്ലെങ്കിൽ റൗണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ഓവലായിട്ടോ ഒക്കെയാണ് അത് ഉണ്ടാവാറുള്ളത്. അതിൻ്റെ കളർ ഒരു പിങ്ക് വെള്ള അതിൻ്റെ ഒരു റേഞ്ചിലായിട്ടാണ് ഉണ്ടാവുക. ഇത് കാരണം ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. ഇത് കൂടുതലായിട്ട് അധികമായിട്ട് വെയിൽ കൊള്ളുന്ന കുട്ടികൾ, പിന്നെ അല്ലെങ്കിൽ ഇതൊരു ത്വക്ക് രോഗമാണ്. അപ്പോൾ ആ ത്വക്ക് രോഗമുള്ള കുട്ടികൾ, എക്സിമ ഉള്ള കുട്ടികളിലൊക്കെയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതൊരു ഡ്രൈ സ്കിൻ രോഗമായതിനാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നാൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. വെയിൽ കൂടുതൽ കൊള്ളുന്നത് കൊണ്ട് ആയതിനാൽ നമ്മൾ എന്ത് ചെയ്യുക, വെയിൽ കൊള്ളുന്നത് കുറക്കുക. നന്നായിട്ട് വെയിൽ കൊള്ളുന്ന കുട്ടിയാണെങ്കിൽ കുട്ടീനെ വെയിലത്ത് കളിക്കാൻ വിടുന്നതൊക്കെ ഒന്ന് കുറക്കാൻ പറ്റും. അപ്പോൾ ഈ അസുഖം കുറയും. ഇത് കാരണം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ കൂടുതലായിട്ട് പ്രശ്നം തന്നെ ഒരു മുരിഞ്ഞ് വരും, സ്കിൻ ഇങ്ങനെ ഇടർന്ന് വരും, അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. പിന്നെ നന്നായിട്ട് വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പച്ചക്കറിയും ഫ്രൂട്ട്സും, നന്നായിട്ട് വെള്ളം കുട്ടീനെ കൊണ്ട് കുടിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ പിറ്റീരിയാസിസ് ആൽബ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത് വെള്ളപ്പാണ്ട്, വിറ്റിലിഗോ എന്ന് പറയുന്നത്. വിറ്റിലിഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കളറ്, അതായത് നമുക്ക് ഈ കളറ്, ഇപ്പം എൻ്റെ ഈ കളറ് ഓരോരുത്തർക്കും ഓരോ കളറാണ്. ഈ കളറ് തരുന്നത് മെലാനോസൈറ്റ് എന്നൊരു പിഗ്മെൻ്റാണ്. ഈ പിറ്റിലിഗോ വരുന്നൊരു ആളിന് എന്താണ് സംഭവിക്കുന്നത്, മെലാനോസൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അതിനെന്ത് ചെയ്യും, അതൊരു ഭാഗത്ത് വർക്ക് ചെയ്യണില്ല. എവിടെയാണോ വർക്ക് ചെയ്യാത്തത് അവിടെ ആ മെലാനോസൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചിട്ട് അവിടെ ഒരു കളർ വരാണ്ടിരിക്കുകയാണ്. അതിനൊരു കറക്റ്റായിട്ടൊരു ബോർഡർ ഉണ്ടാവും, പക്ഷെ ഒരു ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് കറക്റ്റായിട്ട് നമുക്ക് സ്കിന്നും മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞ പിറ്റീരിയാസിസ് ആൽബയ്ക്ക് നമുക്കൊരു കറക്റ്റ് ഒരു ബോർഡർ ഒന്നും പറയാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് പാരമ്പര്യമായിട്ട് വരാൻ പറ്റും. പിന്നെ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. സെല്ല്, അതായത് നമ്മുടെ കോശങ്ങൾ നമ്മളെ തന്നെ ശത്രുവായിട്ട് കാണുന്നതിന് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലെ കോശങ്ങൾ സ്വയം നശിച്ചു പോകുന്ന രോഗങ്ങളുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ സ്ട്രെസ് ഉള്ള ആൾക്കാർ സ്ട്രെസ് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് പാരമ്പര്യമായിട്ട് ഇപ്പോൾ ഇതിനൊരു ടെൻഡൻസി ഉണ്ട്. പിന്നെ കൂടുതൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെസ് കുറക്കാം. കൂടുതലായിട്ട് സ്ട്രെസ്സാണ് ഇത് ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെസ് കുറക്കുക. പിന്നെ എന്ത് ചെയ്യുക, പ്രോട്ടീൻസ്, മുട്ട, പാല്, നട്ട്സ് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതായത് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ നേരത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറേയൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട്. പിന്നെ ചില ആൾക്കാരിൽ എന്താണ്, നമ്മൾ പൊള്ളലേറ്റാലോ അല്ലെങ്കിൽ വലിയൊരു മുറിവായാലോ അപ്പോഴൊക്കെ എന്താണ് ഈ വെള്ളപ്പാണ്ട് പോലെ അവിടുത്തെ പിഗ്മെൻറ്റേഷൻ ഇല്ലാതെ, അതായത് മെലാനോസൈറ്റ് ഇല്ലാണ്ട് അവിടെ ഒരു വെള്ള കളറായിട്ട് കാണുന്നുണ്ട്. ഇത്തരത്തിലും അങ്ങനെ കാണാറുണ്ട്. ഇനി നമുക്ക് അടുത്തത് പറയാൻ പോകുന്നത് ടീനിയ വേഴ്സിക്കോളാരിസ്. ഇതാണ് നമ്മൾ ചുണങ്ങ് എന്നൊക്കെ പറയുന്നത്. ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡിയും അല്ലെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസിയും ഈ പിറ്റീരിയാസിസ് ആൽബ
പിന്നെ കൂടാതെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ, ഇത് മൂന്നും ഏകദേശമൊക്കെ ഒരേപോലെ ഇരിക്കുന്നത്. പിന്നെ പിറ്റിയേറിയസിസ് ആൽബ കുറച്ചും കൂടി വലുതാവുന്നത് പിന്നെയും വ്യത്യാസമായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ഫംഗൽ ഇൻഫെക്ഷനും ഒരു റൗണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത്, റൗണ്ട് കുഞ്ഞു കുഞ്ഞ് വെള്ളപ്പാണ്ടുകളായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വന്നാലും റൗണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് തമ്മിൽ മാറാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തമ്മിൽ വ്യത്യാസപ്പെടുത്താം, നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം. ഫംഗൽ ഇൻഫെക്ഷന് മുഖത്ത് മാത്രമല്ല ഉണ്ടാവുക, പിന്നെ എവിടെ ഉണ്ടാവുക, നമ്മളെ മുതുകിലുണ്ടാവും, നമ്മളെ നെഞ്ചിൻ്റെ ഭാഗത്തുണ്ടാവും. പിന്നെ കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റും വീട്ടിൽ വേറെ ആർക്കെങ്കിലും. ഇപ്പോൾ കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ പാരൻസ് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പാരൻസിനോട് ഒന്ന് നോക്കാൻ പറയുമ്പോൾ അവർക്കും ഉണ്ടാവും. കാരണം ഇത് കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. കാരണം കുട്ടികളെക്കാളും കൂടുതൽ പാരൻസിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഈ തലയിൽ താരനുണ്ടെങ്കിൽ തലയിൽ ഒരു ഫംഗസ് ഉള്ള അതിന്ന് മുഖത്ത് വെള്ളപ്പാടായിട്ട് അങ്ങനെ പല കുട്ടികൾക്കും വരാറുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതൊരു റൗണ്ട് ഇതിലാണ്, അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക. റൗണ്ടാണ്, മുഖത്ത് ഉണ്ടാവും, നെഞ്ചിലുണ്ടാവും. വീട്ടിലെ മറ്റുള്ള മുതിർന്നവർക്കും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരാൾക്കുണ്ട്, ഇപ്പോൾ വീട്ടിൽ ഒരാളുണ്ട്, അതിൽ മുതിർന്ന ഒരാൾക്കുണ്ടെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സൊന്നും അവരുടെ കൂടെ ഒരിക്കലും അലക്കാണ്ടിരിക്കുക. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റ് അലക്കുക. പിന്നെ എന്ത് ചെയ്യുക, തോർത്തുകളൊക്കെ സെപ്പറേറ്റ് ഉപയോഗിക്കുക. പിന്നെ വെയിൽ കൂടുതൽ കൊള്ളുന്ന അല്ലെങ്കിൽ വിയർക്കുന്ന വ്യക്തികളാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ വെയിൽ അതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചൂട് അധികം ഇല്ലാത്ത ഡ്രസ്സ് ഇടുക, കോട്ടൺ ഡ്രസ്സ് ഇടുക, ലൂസ് ഡ്രസ്സ് ഇടുക, ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുക. പിന്നെ 2 നേരം കുളിക്കുക, ഹൈജീന്, വൃത്തി ഈ ഒരു രോഗത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എത്ര വൃത്തിയായിട്ട് സൂക്ഷിച്ചാലും ചിലപ്പോൾ നമുക്ക് മാറണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ വൃത്തിയില്ലായ്മ ഈ രോഗത്തിന് ഒന്നും കൂടി കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷുഗർ കുറക്കുന്നത് നല്ലതാണ്. ഫംഗൽ ഇൻഫെക്ഷൻ ഷുഗർ അല്ലെങ്കിൽ മധുരം കൂടുതൽ കഴിച്ചാൽ ഫംഗൽ ഇൻഫെക്ഷൻ കൂടും. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ കുഷ്ഠരോഗം. കുഷ്ഠരോഗം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ റയറാണ്. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ഇത്രയും നേരം പറഞ്ഞതൊന്നും നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ പതിയെ ട്രീറ്റ്മെൻറ്റ് എടുത്താലും മതി. പക്ഷേ കുഷ്ഠരോഗം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഇതിനൊരു നമ്മുടെ വെള്ളപ്പാണ്ട്, അതായത് വിറ്റിലുക പോലെ തന്നെ ഒരു കറക്റ്റ് ബോർഡർ ഉണ്ട്. അതായത് നമുക്ക് കറക്റ്റ് നമ്മുടെ സ്കിന്നും അതും നമ്മളൊരു വര വരയ്ക്കാൻ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാം. ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഒരു വെള്ളപ്പാണ്ട് വന്ന് ഇവിടെ ഒരു പാടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അതിലൊന്ന് കുത്തിയാലോ, ഒരു പിന്ന് വെച്ച് കുത്തിയാൽ പോലും അവർക്കറിയില്ല. അവരുടെ അവിടുത്തെ സെൻസേഷൻ പോയിട്ടുണ്ടാവും, അവിടെ ഒരു തരിപ്പുണ്ടാവും. ഇതൊക്കെയാണ് കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു സെൻസേഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇവിടെ ചെറിയ ചെറിയ രോമങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ കയ്യിലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ രോമങ്ങൾ ഉണ്ടാവും. ആ ഭാഗത്തെ രോമങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ അമർത്തിയാലോ കുത്തിയാലോ അല്ലെങ്കിൽ ഒരു പിന്നെടുത്ത് കുത്തിയാലോ ഒന്നും ഒരു വേദന ഉണ്ടാവില്ല, ഒരു തരിപ്പുണ്ടാവില്ല. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് മാറും. ഇത് മൈക്രോബാക്ടീരിയം ലെപ്രേ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഇത് പരത്തുന്നത്. നമ്മൾ ഇപ്പോൾ അതിന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുന്ന ഒരു കേസാണ്. പക്ഷേ എന്ത് ചെയ്യണം, നേരത്തെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ആ ഭാഗത്തിന് ഇപ്പോൾ മൂക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ, പണ്ട് ഇത് മൂക്കിലൊക്കെ വന്നിട്ട് ആ മൂക്ക് പൊടിഞ്ഞു പോവുക, അത് നശിച്ചു പോവുക, അല്ലെങ്കിൽ മൂക്കേ പോവുക, അങ്ങനെ വിരലുകൾക്ക് വരും. അപ്പം നമ്മൾ കയ്യിലാണ് ഇതേപോലെ ഒരു സെൻസേഷൻ ഇല്ല, ഇവിടെയാണ് നമുക്ക് ലെപ്രസി അല്ലെങ്കിൽ കുഷ്ഠരോഗം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കുക. കാരണം നമ്മൾ മുറിവോ ഇതൊന്ന് തട്ടിയാൽ മുറിവൊക്കെ ഉണ്ടാവും. കാരണം നമുക്ക് തട്ടിയാലും ഇതൊന്നും ഒരു സെൻസേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിന് ഗ്ലൗസ് ഒക്കെ ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാൽഷ്യം ഡെഫിഷ്യൻസി ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഈ വെള്ള റൗണ്ട് കുത്ത് മുഖത്തുണ്ടാവും. കൂടാതെ ഇത് ബാക്കിയുള്ള ഭാഗത്തു കൂടിയൊക്കെ ഉണ്ടാവും. പിന്നെ കുട്ടിക്ക് മസിൽ വേദന ഉണ്ടാവും. കുട്ടിയുടെ അതായത് നഖം കറക്റ്റായിട്ടല്ല വളരുന്നുണ്ടാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോകുന്നുണ്ടാവും. മുടി കൊഴിച്ചിലുണ്ടാവും, മസിൽ വേദന ഉണ്ടാവും, നീളം പ്രായത്തിനനുസരിച്ചുള്ള നീളം വെക്കുന്നുണ്ടാവില്ല. ഇത്തരത്തിലുള്ള ലക്ഷണം കൂടി ഉണ്ടെങ്കിൽ നമുക്കത് കാൽഷ്യം ഡെഫിഷ്യൻസി ആണെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റും. എന്നാലും നമ്മൾ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ കുട്ടികളിൽ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, അവർക്ക് വേം ഇൻഫെക്ഷൻ, അതായത് വിരയുടെ ശല്യം ഉണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടുള്ള വൈറ്റമിൻസ് കിട്ടുന്നില്ല. അത് കാരണം ഇതുണ്ടാവാറുണ്ട്. അപ്പോൾ ശരിക്കും അവർക്ക് കാൽഷ്യം കിട്ടാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ അതിനൊരു കാരണം വിരയാവാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവാറുണ്ട്. കാരണം വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ മാത്രമേ ഉള്ളൂ നമുക്ക് കാൽഷ്യം കറക്റ്റായിട്ട് അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ഡോക്ടറെ പോയി കാണിക്കുക. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കാൽഷ്യം ആണെന്ന്
വിചാരിച്ച് കാൽഷ്യം ടാബ്ലറ്റ് ഒന്നും കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാതിരിക്കുക. പിന്നെ വേറൊരു കണ്ടീഷനാണ് എന്ത്, മിലിയ എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പം ജനിച്ച ചെറിയ കുട്ടികളിലാണ്. ഈ മിലിയയിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മളുടെ കോശങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നശിച്ചു പോകും, എന്നിട്ട് പുതിയ കോശങ്ങൾ വരും. അപ്പോൾ ആ തൊലി ഇളകി താഴോട്ട് പോവാറാണ്, ചെറുതായിട്ട് പോവാറാണ്. പക്ഷെ നമ്മൾക്കത് അറിയുന്നില്ല, അതങ്ങനെ പുതിയ തൊലി വരാറാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ജനിച്ച കുട്ടികളിൽ അവിടെ ഈ മൂക്കിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ മുഴ പോലെ ഒരു സിസ്റ്റിനകത്ത് ഒരു വെള്ള അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ ഒരു പാടുകൾ കാണാം, മൂക്കിൻ്റെ ഭാഗത്താണ്. ഇത് 2 ആഴ്ച കഴിഞ്ഞാൽ തനിയെ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതിന് കാരണം ഈ പറയുന്ന കോശങ്ങൾ ശരിക്കും പുറന്തള്ളാതെ പുതിയൊരു കോശം വരുമ്പോൾ പഴയ കോശം ഒരു സിസ്റ്റിൻ്റെ അകത്ത് പെട്ടു പോകുന്നതാണ്. ഇത് 2 ആഴ്ച കഴിഞ്ഞാൽ പോകും. ഇത് കാരണം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് വലിയ ആൾക്കാരിലും കാണുന്നുണ്ട്. വലിയ ആൾക്കാരിൽ കണ്ണിൻ്റെ ഭാഗത്തും നെറ്റിയുടെ ഭാഗത്തും ഒക്കെ കാണാറുണ്ട്. ഇത് നമുക്ക് കാണാനൊരു ഭംഗിക്കുറവ് എന്നേ ഉണ്ടാവുള്ളൂ. അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോകുന്നതാണ്. അപ്പോൾ ഇത്ര ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.